ചങ്ങായിമാരെ, ഇപ്പം ചെയ്യേണ്ട വീഡിയോ ഇപ്പം ചെയ്യണം. അല്ലാണ്ട് അത് ബയ്യെ പോസ്റ്റ് ചെയ്താൽ പിന്നെ ആ വീഡിയോ അതിനെക്കൊണ്ടൊരു ഉപകാരം ഉണ്ടാവില്ല. അതുകൊണ്ട് ഇപ്പം ചെയ്യേണ്ട വീഡിയോ ഇപ്പം തന്നെ പോസ്റ്റ് ചെയ്യണം. കണ്ടതിനുള്ള ആൾക്ക് എന്തെങ്കിലും ഉപകാരത്തിൽ എത്തണമല്ലോ. കണ്ണൂർ ടൗൺ പ്രദേശങ്ങളിലുള്ള ആൾക്കാരോടാണേ. കണ്ട വിചാരിക്കും ഈ വീഡിയോ ഇപ്പോൾ കാണുന്നത് അതിനകത്ത് ഉപകാരത്തിൽ എത്തൂല. ചെയ്യുന്ന വീഡിയോ കണ്ടതിന് ആർക്കും ഉപകാരത്തിൽ എത്തണം. പിന്നെ എന്തെല്ലാം പടപ്പ് പടച്ചിട്ടും മുക്കറ ഇട്ടിട്ടും നമ്മളെ കണ്ണൂർ സുൽത്താൻ്റെ യൂട്യൂബ് ചാനൽ ഏടിയും എത്തുന്നില്ല വൈ. അതെല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യും. 400 ചില്ലറയിൽ ഏടിയും എത്തിയിട്ടില്ല, 485 ആയിട്ടുള്ളൂ. ഇൻസ്റ്റാഗ്രാമിൽ സപ്പോർട്ട് ചെയ്ത പോലെ തന്നെ എല്ലാവരും അതൊന്ന് സബ്സ്ക്രൈബ് ചെയ്യപ്പാ. സബ്സ്ക്രൈബ് ചെയ്യാനും സ്കാനറും കാര്യമൊന്നുമില്ല. സ്കാനറോ ആധാർ കാർഡോ ഒന്നും കാണിക്കണ്ട, ജസ്റ്റ് ഒന്ന് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യപ്പാ. ഇൻസ്റ്റാഗ്രാമിൽ സപ്പോർട്ട് ചെയ്ത പോലെ തന്നെ സ്നേഹത്തോടെ എല്ലാവരും നമ്മളെ യൂട്യൂബും കൂടി ഒന്ന് എല്ലാവരും സപ്പോർട്ട് ചെയ്യും. ഓക്കെ, ഞാൻ നേരത്തെ പറഞ്ഞ സ്ഥലത്തേക്ക് പോവാം. ഞാൻ പറഞ്ഞില്ല, കാണുന്ന വീഡിയോ കൊണ്ട് എന്തെങ്കിലും ഉപകാരം പെടുമെന്ന് പറഞ്ഞ സ്ഥലം, ആ സ്ഥലത്തുള്ള സംഭവം എന്താണെന്ന് കാണിച്ചു തരാം. എന്നാലും നിങ്ങൾക്ക് അതിൻ്റെ ഉപകാരത്തിന് എത്തും. ലാസ്റ്റ് ടൈം ചെയ്തതിനാൽ പിന്നെ അതിനെക്കൊണ്ട് ആരും കാണൂല ആ വീഡിയോ. പിന്നെ അന്നേരം കാണുന്ന ടൈം ചിലയാൾക്ക് അവിടെ പങ്കെടുക്കാനും പറ്റൂല. ഇത് കണ്ണൂർ ടൗൺ പ്രദേശങ്ങളിലുള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ് ഈ വീഡിയോ. വേറെ എവിടെയെല്ലോ ഓടി വന്നിട്ട് വയ്യ പിന്നെ പങ്കെടുക്കാൻ പറ്റിയില്ലെങ്കിൽ പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. അതുകൊണ്ടാണ് കണ്ണൂർ ടൗൺ പ്രദേശത്ത് നിന്ന് പ്രത്യേകം പറയുന്നത്. അങ്ങനെ നമ്മൾ ആ സ്ഥലത്തെത്തി. ഈദ്ഗാഹ് കണ്ണൂർ ജവഹർലാൽ സ്റ്റേഡിയത്തിൽ രാവിലെ 7 മണിക്ക് PK സക്രിയ സലാഹിൻ്റെ നേതൃത്വത്തിൽ. ഓക്കെ, നമസ്കരിക്കാൻ മുസല്ലെല്ലാം കൊണ്ടുവന്നോ എല്ലാവരും. രാവിലെ തന്നെ എത്തിക്കോ. ഈ പെരുന്നാളിലന്ന് വെറുതെ സുബഹി കളാക്കാൻ നിൽക്കണ്ട. 6 മണിയാകുമ്പോൾ എല്ലാം അലാറം വെച്ച് സുബഹി നിസ്കരിച്ചിട്ട് പിന്നെ ഉറങ്ങാണ്ട് നേരെ സ്റ്റേഡിയത്തിലേക്ക് വന്നോ കണ്ണൂർ ടൗൺ പ്രദേശത്തുള്ള ആൾക്കാർ. കാരണം പെരുന്നാളിൻ്റെ തലേന്ന് ഉറങ്ങാൻ നന്ന ലേറ്റാവും. അന്നേരം എന്തായാലും പിന്നെ സുബഹി കളായി പോക്കാം. അപ്പോൾ അത് അങ്ങനെ ആക്കാൻ നിൽക്കണ്ട. 6 മണിയാകുമ്പോൾ എണീച്ചിട്ട് നിസ്കാരം കഴിഞ്ഞ് നേരെ മാറ്റിയിട്ട് നേരെ ഈദ്ഗാഹിലേക്ക് വന്നോ കണ്ണൂർ ടൗണിലുള്ള ആൾക്കാർ. ഓക്കെ, ഈദ്ഗാഹിൻ്റെ ഫ്ലക്സിൻ്റെ മുമ്പിൽ നിന്നും ക്യാമറാമാൻ ഷെയ്ർ മുസ്തഫാക്കൊപ്പം കണ്ണൂർ സുൽത്താൻ.